ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് റെസ്യൂം തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതേപോലെ സാലറി സ്കെയിലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. ഇനി നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് August 1 കേട്ടോ. അതായത് തേഴ്സ്ഡേ ആണ് ഇനി നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസും എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെ കമന്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, മിസ്സേ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് തയ്യാറാവുക, അതേപോലെ തന്നെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കമന്റുകൾ എനിക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ടിപ്സ്, അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഗൾഫിലെ അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ടാലിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അപ്പൊ അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്, എന്റെ ടാലി ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസിന് ഈയിടെയായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അതിൽ പലർക്കും നല്ല ജോലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ലോകത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ 2 or 3 സ്റ്റേജുകളായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് ജോലി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോ ഫസ്റ്റിലെന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ നല്ലൊരു റെസ്യൂം തന്നെ നിങ്ങൾ തയ്യാറാക്കണം. അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നല്ലൊരു അട്രാക്റ്റീവ് റെസ്യൂം തന്നെ തയ്യാറാക്കണം. അപ്പൊ നമുക്ക് റെസ്യൂം തയ്യാറാക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു റെസ്യൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, അവർക്ക് നിങ്ങളെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നണം. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് നല്ലൊരു റെസ്യൂം തന്നെ നിങ്ങൾ തയ്യാറാക്കണം. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള അക്കൗണ്ട്സുകൾ ഉണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇനി നമ്മൾ ഇതിന്റെ റൂളും ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ റൂള് എന്താണെന്നുള്ളത് നോക്കാം. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് നമ്മളെല്ലാം ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുക. ബിസിനസ്സിലേക്ക് വരുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ബിസിനസ് പോകുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അതായത് സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. നോമിനൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് സൺട്രി ഡെറ്റേഴ്സ്? അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയാണ് ചിന്തിക്കുക. ബിസിനസ് കൊടുക്കാനുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, സൺട്രി ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ അവരുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അപ്പൊ അവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. എന്നാൽ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ, നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ടായിരിക്കും അവർക്ക്, അപ്പൊ അവർ നമ്മൾക്ക് എന്താണ്, ഇങ്ങോട്ട് പൈസ തരണം. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ വേരിയസ് ഇൻഡിവിജ്വൽ സപ്ലയേഴ്സ് ഓർ എൻറ്റിറ്റീസ് ടു ഹൂം എ ബിസിനസ് ഓസ് മണി. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ, വേരിയസ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓർ എൻറ്റിറ്റീസ് ഹു ഓ മണി ടു എ ബിസിനസ്. ബിസിനസ്സിലേക്ക് തരാനുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ആൻഡ് പേയബിൾ?
അക്കൗണ്ട് റിസീവബിളും പേയബിളും എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് കിട്ടാനുള്ളതിനെയാണ് എന്ത് പറയുക? അക്കൗണ്ട് റിസീവബിൾ. ബിസിനസ് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? പേയബിൾ എന്ന് പറയുക. അതായത് കിട്ടാനുള്ളതൊക്കെ അസറ്റ് ആണ്, കൊടുക്കാനുള്ളതൊക്കെ എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പൊ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളത് അസറ്റ് ആണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകമായി മാറി. കൊടുക്കാനുള്ളത് എപ്പോഴും ലയബിലിറ്റി ആണ്, ബാധ്യതയാണ്. കൊടുക്കാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി? എക്സ്പെൻസ് ആയി മാറി, അത് ചെലവായിട്ട് മാറി. അപ്പൊ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ ബിസിനസ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഫ്രം ഹിസ് കസ്റ്റമർ ഓർ അതർ എൻറ്റൈറ്റീസ്. അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാലോ എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ ബിസിനസ് ഓസ് ടു ഹിസ് സപ്ലയേഴ്സ്, വെൻഡേഴ്സ് ഓർ അതർ എൻറ്റൈറ്റീസ്. അതാണ് അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് GST? വാട്ട് ആർ ഡിഫറെന്റ് ഫോംസ്? അപ്പൊ നമുക്കറിയാം ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമാണ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഏത് രാജ്യത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓരോ രാജ്യത്തും എന്താണ് ടാക്സുകൾ എന്താണ് ഡിഫറെന്റ് പേരുകളിലാണ് അറിയപ്പെടുക എന്ന് മാത്രം. ഇന്ത്യയിലാണെങ്കിൽ GST ആണ്, ഗൾഫിലാണെങ്കിൽ അതെന്താണ് VAT ആണ്. അപ്പൊ ഇവിടെ മുമ്പേ VAT തന്നെയായിരുന്നു, പിന്നീട് അതെന്താണ് GST ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ GST ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോമുകൾ GST-യിലുണ്ട്. GSTR 1 മുതൽക്ക് GSTR 9 വരെയുണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് GSTR 1 ആണ്. GSTR 1 എന്ന് പറഞ്ഞാൽ അത് സെയിൽസിനെ റെപ്രസെന്റ് ചെയ്യണതാണ്. GSTR 2 എന്ന് പറഞ്ഞാൽ അത് പർച്ചേസിനെ റെപ്രസെന്റ് ചെയ്യണതാണ്. GSTR 3B എന്ന് പറഞ്ഞാൽ അത് പർച്ചേസും സെയിൽസിന്റെ ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുക. അതായത് ഗവൺമെന്റിലേക്ക് നമ്മൾ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR 3B ഉണ്ടായിരിക്കുക. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് ഇൻപുട്ട് VAT എന്നാണ് അതിന് പറയുക. ഇൻപുട്ട് ടാക്സ് നമ്മൾ കൊടുക്കും. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും. അതിനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുക. എന്നിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത് നമ്മൾ എത്രയാണോ കളക്ട് ചെയ്തത് അതിൽ നിന്ന് നമ്മൾ കൊടുത്ത ടാക്സ് മൈനസ് ചെയ്ത് ബാക്കിയുള്ളതാണ് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ബാലൻസ് എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത്. GST-യെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്ന് വിചാരിക്കുക. ഞാൻ GST-യെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് TDS? TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഇൻകത്തിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത്? TDS എന്ന് പറയുന്നത്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ഇൻകം. അതേപോലെ തന്നെ TDS-നാണെങ്കിൽ ഒരുപാട് റേറ്റുകൾ ഉണ്ട്. നമ്മുടെ 10% ഉണ്ട്, 30% ഉണ്ട്. അതേപോലെ തന്നെ ഓരോ കാറ്റഗറി ഉണ്ട്. അതിൽ TDS പിടിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാറ്റഗറികൾ ഉണ്ട്. റെന്റിന് മുകളിലുണ്ട്, സാലറിക്കുണ്ട്, അഡ്വർടൈസ്മെന്റിനുണ്ട്, കമ്മീഷൻ ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഉണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിനും ഓരോ ടാക്സുകളാണ്. ഇപ്പൊ പ്രൊഫഷണൽ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് 10% ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓരോന്നിന്റെ റേറ്റുകൾ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ TDS-നെ കുറിച്ചിട്ടാണെങ്കിലും ഞാനത് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻവോയ്സിംഗ്? ഇൻവോയ്സിംഗ് പറഞ്ഞാൽ ആനുവൽ ടേൺ ഓവർ 5 crore എബോവ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ നിർബന്ധമായിട്ടും എന്താണ്? ഇൻവോയ്സിംഗ് നമ്മൾ എടുത്തിരിക്കണം. അപ്പൊ ഇൻവോയ്സിംഗ് ബാധകമാവുക എല്ലാ B2B ട്രാൻസാക്ഷനുമാണ് ഇൻവോയ്സിംഗ് ബാധകമാവുക. അപ്പൊ നമ്മൾക്ക് അത് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടലിലാണ് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി എന്താണ്? നമ്മൾക്ക് ഒരു നമ്പർ, അതായത് IRN നമ്പർ എന്ന് പറയും. IRN നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ. അതിനോടൊപ്പം തന്നെ എന്താണ്? ഒരു QR കോഡും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലോഡിംഗ് ഓൾ യുവർ B2B ട്രാൻസാക്ഷൻ, സെയിൽസ്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് മെയ്ഡ് ടു ബിസിനസ്, including all types of exports on the IRP invoice registration portal for authentication. Once authenticated, the IRP will issue a unique IRN for every invoice reference number added to the invoice along with the IRN. അപ്പൊ അതാണ് ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പെറ്റി ക്യാഷ്? പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റി ക്യാഷ് കീപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിലാവുമ്പോൾ മെയിൻ ക്യാഷ്യർ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ മെയിൻ ക്യാഷ്യർ വലിയ വലിയ എക്സ്പെൻസുകളൊക്കെയാണ് പേയ്മെന്റ് കാര്യങ്ങളാണ് നോക്കുക. അപ്പൊ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിഫ്രഷ്മെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇതെല്ലാം പെറ്റി ക്യാഷ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാഷ്യർ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ മാസവും മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ ഇപ്പൊ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിക്കുന്നതിന് പകരം അവിടെ
പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ലെറ്റർ ടു പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി കാണിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി പറയുന്നത് പെറ്റി ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. കാരണം പെറ്റി ക്യാഷ് കൂടുതലല്ലേ ചെയ്യണത്. പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, മെയിൻ ക്യാഷ് എന്ന് കുറയാണ് ചെയ്തത്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. പിന്നീട് ഓരോ എക്സ്പെൻസ് വരുമ്പോഴും എന്താണ് ആ എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു പെറ്റി ക്യാഷ് ആണ് കാണിക്കേണ്ടത്. അങ്ങനെ ആ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പെറ്റി ക്യാഷർ എന്താണ് മെയിൻ ക്യാഷർക്ക് കൈമാറും. പിന്നെ വീണ്ടും അടുത്ത മാസം ആകുമ്പോൾ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് വീണ്ടും പെറ്റി ക്യാഷിലേക്ക് വീണ്ടും പെറ്റി ക്യാഷർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് എന്താണ് നോക്കാം. വാട്ട് ഈസ് ഇ-വേ ബിൽ? ഇ-വേ ബിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ 50,000 രൂപയുടെ മുകളിലുള്ള ഗുഡ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് ഇ-വേ ബിൽ എടുത്തിരിക്കണം. അത് നമ്മളുടെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇ-വേ ബില്ല് ഒന്നുകിൽ കൊടുത്തയക്കുന്ന ആൾക്ക് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് അയാളുടെ ID വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇ-വേ ബില്ല് നമ്മൾ അടിക്കുന്ന സമയത്ത് തന്നെ ഇത് ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ മൊബൈലിലേക്കാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പോകുക. അപ്പൊ ഇ-വേ ബില്ല് എടുക്കാണ്ട് നമ്മൾക്കും ഗുണമുണ്ട്, ഉദ്യോഗസ്ഥർക്കും ഗുണമുണ്ട്. നമുക്കാണെങ്കിൽ ചെക്ക് പോസ്റ്റിലൊന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അതിൽ ഫ്രോഡൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. വണ്ടിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇ-വേ ബിൽ എന്ന് പറഞ്ഞാൽ ഇ-വേ ബിൽ ഈസ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വിത്തിൻ ഇന്ത്യ ദാറ്റ് എക്സീഡ്സ് എ വാല്യൂ ഓഫ് ₹50,000. ഇനി നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ എന്താണ് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് എന്താണ് RTGS, NEFT എന്താണ്, പിന്നെ എങ്ങനെയാണ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക, അപ്പൊ അതിന്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അതേപോലെ ബാങ്ക് വിഡ്രോവൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഇപ്പൊ വിഡ്രോവൽ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊന്നും അറിയാതെ ഒരു അക്കൗണ്ടന്റ് ആകാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അക്കൗണ്ടന്റിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നിർബന്ധമായിട്ടും എന്താണ് നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ടാലി, PHP അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ചോദിക്കുന്നത് മിക്കവാറും ടാലി അറിയോ എന്നുള്ളതാണ്. ഇപ്പോ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഗൾഫിലുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറയാനുള്ള ഒരു കാര്യമാണ്, അവരുടെ സ്ഥാപനത്തിലെ ടാലി എല്ലാം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൂടി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ടാലി അറിയോ എന്നുള്ളതാണ്. അതായത് ടാലി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. ടാലിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എൻട്രീസ് ചെയ്യുക, പർച്ചേസിന്റെ എൻട്രി എങ്ങനെയാണ് ചെയ്യുക, സെയിൽസിന്റെ എൻട്രി എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, നമ്മൾക്ക് ക്യാഷ് ബാലൻസ് എങ്ങനെയാണ് എടുക്കുക, ബാങ്കിന്റെ ബാലൻസ് എങ്ങനെയാണ് എടുക്കുക, ബാങ്ക് റീകൺസിലിയേഷൻ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക എങ്ങനെയാണ് അക്കൗണ്ട്സ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഇതിനെ കുറിച്ച് എല്ലാം ഞാൻ എന്റെ ചാനലിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ Naukri.com ഉണ്ട്, അതേപോലെ തന്നെ ലിങ്ക്ഡിൻ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ നൗക്രിയിലൊക്കെ എന്റെ ഒരുപാട് സ്റ്റുഡൻസിന് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സാലറി ആണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടാണല്ലോ പോവുക. അപ്പോൾ ഒരു ബേസിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലെ ഒരു 10 to 20 ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തുടക്കത്തിലെ കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കിട്ടും. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ നിങ്ങൾ ഏതെങ്കിലും ഒരു CA പ്രാക്ടീഷണറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ വർക്കുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുടെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ GST എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ അതിന്റെ എൻട്രീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക, ഇതെല്ലാം നമ്മൾക്ക് അവിടെ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ തന്നെ എന്താണ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഒരു ഇന്റർവ്യൂവിന് പോകണം. അല്ലാതെ വെറുതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല. കാരണം കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ 100% എന്താണ് പഠിച്ചിട്ടാണ് നിങ്ങൾ പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.